തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ. 5ാം നാൾ വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം കേരളത്തിൽ. ഇന്ന് തിരുവല്ലയിലും തിരുവനന്തപുരത്തും പ്രചാരണം. ബി.ജെ.പി. CPM ഡീൽ ആവർത്തിച്ചും പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചും രാഹുൽ ഗാന്ധി. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മോദി പറയാത്തത് മുഖ്യമന്ത്രിയെ സഹായിക്കാനെന്ന് രാഹുൽ. അവസരവാദികൾ CPM-ൽ തുടരുന്നുവെന്നും വിമർശനം. രാഹുലിനൊപ്പം വേദിയിൽ ജി സുധാകരനും. കണ്ണൂരിൽ ആവേശമായി മുഖ്യമന്ത്രി. സ്ഥാനമോഹം കൊണ്ട് ആര് പാർട്ടി വിട്ടാലും ഒന്നും സംഭവിക്കില്ലെന്ന് പിണറായി വിജയൻ. SDPI, PDP, RSS പിന്തുണകളെപ്പറ്റി മുഖ്യമന്ത്രിക്ക് മൗനമെന്ന് VD സതീശൻ. തോൽവി ഭയന്ന് CPM ആക്രമണം അഴിച്ചുവിടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പേരാമ്പ്രയിൽ ആരോപണ പോര് കടുക്കുന്നു. വിവാദ അനൗൺസ്മെന്റിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട UDF. സമുദായം പറഞ്ഞ് വോട്ട് തേടിയെന്ന പരാതിയിൽ ഫാത്തിമ തെഹ്ലിയയ്ക്ക് വരണാധികാരിയുടെ നോട്ടീസ്. വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമമെന്ന് ഫാത്തിമ തെഹ്ലിയ. അനൗൺസ്മെന്റ് അന്വേഷണം പാതി വഴിയിൽ നിർത്തരുതെന്ന് PMA സലാം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് വ്യാപകമായി പണക്കടത്ത്. കർണാടകത്തിൽ നിന്ന് കഴക്കൂട്ടം വഴി ബസ്സിലെത്തിച്ച 17.5 ലക്ഷം രൂപ പിടിച്ചെടുത്ത എക്സൈസ്. കണ്ണൂർ, പയ്യന്നൂർ, കണ്ടോത്ത് കാറിൽ കടത്തിയ 7 ലക്ഷം രൂപ പിടികൂടി. ലവ് ജിഹാദിൽ വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. ലവ് ജിഹാദ് മാത്രമല്ല, ബിസിനസ് ജിഹാദും ഭൂമി ജിഹാദും സംസ്ഥാനത്തുണ്ടെന്ന് കേന്ദ്രമന്ത്രി. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്രം പിന്നോട്ട്. FCRA തൽക്കാലം നടപ്പാക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉറപ്പു നൽകിയതായി ലത്തീൻ സഭ. നടക്കുന്നത് നുണപ്രചാരണമെന്നും ആശങ്ക വേണ്ടെന്നും കിരൺ റിജിജു. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചൊവ്വാഴ്ച ഹാജരാക്കണമെന്ന് എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. മലപ്പുറത്ത് ഭാര്യയെയും 2 മക്കളെയും അതിക്രൂരമായി കൊന്ന പ്രതി 13 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. കസ്റ്റഡിയിലായത് ജാമ്യം കിട്ടി ഒളിവിൽ പോയ മുഹമ്മദ് ഷെരീഫ്. ഭാര്യയെയും മക്കളെയും സ്കൂട്ടറിൽ കയറ്റി വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നെന്ന് കേസ്. കാസർഗോഡ് 5 വയസ്സുകാരനെ മർദ്ദിച്ച രണ്ടാനച്ഛനെതിരെ ദുർബല വകുപ്പുകൾ. കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമമെന്ന് പരാതി. പോലീസിനോട് വിശദീകരണം തേടി ബാലാവകാശ കമ്മീഷൻ. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നു. അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ പ്രത്യാക്രമണം. 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് ഉപരോധം വ്യാപിപ്പിക്കാൻ നീക്കം. യുദ്ധം ചർച്ചകളെ ബാധിക്കില്ലെന്ന് ട്രംപ്.